അസ്സലാമു സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂമാണ്. മഷ്റൂം റോസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഇല്ലേ സംഭവം. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതികളനുസരിച്ചിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാറുണ്ടാവും. ചിലപ്പോൾ ചിലരിത് കഴിച്ച് തന്നെ നോക്കിയിട്ടുണ്ടാവില്ല. ഇത് ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മഷ്റൂം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. ചൂടായ കടായിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാനൊരു വലിയ 2 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക് കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ സവോളയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് നമുക്കൊരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി അതിന്റെ പച്ചമണക്കം മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ടൊമാറ്റോ ശരിക്കും നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരണം. ആ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂടിയിട്ട് വേവിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ വേവിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കണ്ട മഷ്റൂം, 400 ഗ്രാം മഷ്റൂമാണ് ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചു തന്നത്. അത് ഞാനത് 4 പീസ് 5 പീസൊക്കെ ആയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. മഷ്റൂം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഉപ്പ് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മഷ്റൂം ഒരു നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ മഷ്റൂം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയും മഷ്റൂമൊക്കെ ശരിക്കും പിടിക്കുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഒന്ന് മൂടിയിട്ടിട്ട് ഒരു 10 മിനിറ്റ് മൂടിയിട്ട് വേവിക്കണം. 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾ നോക്കുക, മൂടിയിട്ട് വേവിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി പോലും നിങ്ങൾ വെള്ളം ഒഴിക്കരുത്. മഷ്റൂമിനകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. നമ്മൾ മൂടിയിട്ട് വേവിക്കുമ്പോൾ ആ വെള്ളം ഇറങ്ങി റെഡിയായി വരും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കിത് മൂടിയിട്ട് വേവിക്കാം. ഞാൻ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ മഷ്റൂം നമ്മൾ മൂടിയിട്ട് വേവിക്കുന്നുണ്ട്. നല്ലതുപോലെ കണ്ടില്ലേ വെള്ളം വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളമായിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി രണ്ടാമത് മൂടി കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കി തുറന്നിട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് ഇതുപോലെ തുറന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് പിന്നെ അടച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിക്കേണ്ടി വരും. അപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഒതുങ്ങി നല്ല ടേസ്റ്റായി കിട്ടും. അപ്പോൾ മഷ്റൂം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ കുഴമ്പായി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് വേണ്ടത്. ഇത്രയും വെള്ളം വറ്റി ഇതുപോലെ ഡ്രൈ അല്ല എന്നാൽ വല്ലാതെ വെള്ളമില്ല. ഈ രീതിയിൽ ഇതേപോലെ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ആർക്കെങ്കിലും മഷ്റൂം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതേപോലെ മഷ്റൂം വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം.